ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രുചികരമായ ടൊമാറ്റോ മോര് കറി, പർപ്പിൾ ഹൈസിന്ത് ബീൻ തോരൻ, കൂടെ രുചികരമായ ചൂരമീൻ തലക്കറി. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഒരു ലൈക്കും കൂടി. ചൂരമീനിൻ്റെ മുള്ളും തലയും മാത്രമാണ് ഇപ്പോൾ വയ്ക്കാൻ പോകുന്നത്. ഈ തലക്കറി വയ്ക്കാനായിട്ട് മുളകും മല്ലിയും കൂടി വറുത്തരച്ചാണ് വയ്ക്കാൻ പോകുന്നത്. ഇതിനായിട്ട് 6 പിരിയൻ മുളകും 3 എരിവുള്ള മുളകും എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിയും എടുത്തിട്ടുണ്ട്. കൂടെ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്താണ് വറുക്കുന്നത്. മീൻ വറുത്തരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റുമാണ്, നല്ല മണവുമാണ്. തേങ്ങ അരയ്ക്കാത്ത നല്ല കുറുകിയ ചാറോട് കൂടിയ മീൻ കറി ഞാൻ മുമ്പ് ഇട്ടിരുന്നു. ഈ തലക്കറി ഞാൻ തേങ്ങ അരച്ചാണ് വയ്ക്കുന്നത്. ഇത് ആദ്യം മുളകും മല്ലിയും ഒന്ന് പൊടിച്ചെടുക്കാം. തേങ്ങയുടെ കൂടെ ഇട്ടാൽ ഇത് നന്നായിട്ട് പൊടിയുകയില്ല. അതുകൊണ്ട് ഇത് ആദ്യം ഒന്ന് നന്നായി പൊടിച്ചതിന് ശേഷം നമുക്കിതിൽ തേങ്ങ ചേർക്കാം. 1/2 കിലോയോളം തലയും മുള്ളും കൂടി ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള തേങ്ങ ചേർക്കാം. 4-5 ചെറിയ ഉള്ളി കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിന് അരച്ചെടുക്കണം. ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് കറക്കിയെടുക്കാം. മല്ലിയും മുളകും നല്ല ഫ്രഷായിട്ട് വറുത്തത് കൊണ്ട് നല്ല മണമുണ്ട് ഈ അരപ്പിന്. ഇതൊരു ചട്ടിയിലേക്കിടാം. ഇത് ട്രിവാൻഡ്രംകാരുടെ പണ്ട് മുതലേ ഉള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ്. എല്ലാ മീനുകളും ഇതേ രീതിയിൽ തന്നെയാണ് വയ്ക്കുന്നത്. കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ട്രിവാൻഡ്രം സൈഡിലൊക്കെ എല്ലാവരും സാധാരണ സാമ്പാർ പുളിയാണ് മീനിന് ഉപയോഗിക്കുന്നത്. ഞാൻ കുടംപുളിയാണ് എനിക്കിഷ്ടം, അതുകൊണ്ടാണ് കുടംപുളി ഇട്ടത്. 4-5 പീസ് കുടംപുളി ഇട്ടു കുതിർത്ത് വെച്ചിരുന്നതാണ്. ഇതില്ലെങ്കിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്ത് പിഴിഞ്ഞ് ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ നല്ല പുളിയാണെങ്കിൽ നമ്മുടെ അരപ്പിൻ്റെ കൂടെ തന്നെ അരച്ചെടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചേർക്കാം. മുരിങ്ങയ്ക്ക കിട്ടുമെങ്കിൽ ഒരു മുരിങ്ങയ്ക്ക കൂടി ചേർത്താൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഞാനിതിൽ 2 ടൊമാറ്റോയാണ് ചേർക്കാൻ പോകുന്നത്. പഴുക്കാത്ത പച്ച ടൊമാറ്റോയോ അല്ലെങ്കിൽ ഇലിമ്പിപ്പുളിയോ, അതായത് പുളിഞ്ചിക്ക, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ മീനിൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എത്ര എളുപ്പമാണ് ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻ കറി എന്ന് കണ്ടില്ലേ. ഉലുവയും നമ്മൾ ഇതിൽ നേരത്തെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒന്നും തന്നെ ചേർക്കാനില്ല, വെളിച്ചെണ്ണ ചേർത്താൽ മതി ലാസ്റ്റിൽ. ഇനി നല്ലൊരു ടൊമാറ്റോ മോര് കാച്ചിയത് ഉണ്ടാക്കാം. അതിനായിട്ട് 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. വലിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചതിൻ്റെ തൊലിയൊക്കെ പോയാലാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇത് നാടൻ ടൊമാറ്റോ ആയതുകൊണ്ട് പെട്ടെന്നൊന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ഇളകി വരും. അപ്പോൾ നമുക്ക് കൈകൊണ്ട് ഇത് ഇളക്കാൻ നല്ല ഈസി ആയിരിക്കും. ഇനി ഇതൊന്ന് തണുക്കട്ടെ. ആ സമയത്ത് നമ്മുടെ തൈര് റെഡിയാക്കാം. കുറച്ച് കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിനൊരു മസാല ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു ചെറിയൊരു സവാളയാണിത്. 2-3 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും 1 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കാം. മിക്സിയിലിട്ടൊന്ന് പൊടിച്ചാൽ അത്ര ഒരു ടേസ്റ്റ് കാണില്ല. ഇതുപോലൊന്ന് ചതച്ചെടുക്കുന്നതാണ് നല്ലത്. എരിവൊക്കെ അവരവരുടെ ഇഷ്ടമനുസരിച്ച് പച്ചമുളകൊക്കെ കൂട്ടിയെടുക്കാവുന്നതാണ്. പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ ഇതിൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ടൊമാറ്റോയൊക്കെ ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് തൊലി എടുത്ത് മാറ്റാം. എന്നിട്ട് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. സ്റ്റൗ കത്തിച്ച് ഫ്ലെയിം ലോ ആക്കി വയ്ക്കുക. ഇപ്പോൾ ഈ ടൊമാറ്റോയും വെള്ളവും ഒക്കെ ചെറുതായി ചൂടായിട്ടുണ്ട്. ഇതിൽ നമുക്ക് തൈര് ചേർക്കാം. തീ നന്നായി കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ തൈര് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ തീയിൽ 1 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. അഥവാ ചൂട് കൂടി ഈ തൈര് പിരിഞ്ഞു പോവുകയാണെങ്കിൽ ഒട്ടും തന്നെ പേടിക്കണ്ട. ഈ തൈര് മാത്രം മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. ആ പിരിഞ്ഞതൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി ഇത് കടുക് വറുക്കണം. അതിനായിട്ട് പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അല്പം കടുകും ജീരകവും ചേർത്തു. 2 വറ്റൽമുളക് കൂടി ചേർക്കാം. തീ കൂടിയത് കൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്തിട്ട് ഇത് ചെയ്തത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എണ്ണയിൽ തീ പിടിക്കും. ചെറിയ പാത്രമാണല്ലോ. ഇതിലിനി ചതച്ച മസാല ചേർക്കാം. ഈ മസാല ഒന്ന് വാടുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം.
എണ്ണ വളരെ കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഒന്ന് ചൂടാക്കിയ ശേഷം നമുക്ക് ഈ തൈരിലോട്ട് ഒഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോറിന് ഈ ഒരു തൈര് കറി മാത്രം മതി. നമുക്ക് വേറെ ഒരു കറി ഇല്ലെങ്കിലും കഴിക്കാൻ സൂപ്പറാണ്. ടൊമാറ്റോ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക, അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് തന്നെ കിട്ടും. ഇതൊന്ന് തണുത്താൽ കുറച്ചുകൂടി കട്ടിയാകും. ഇപ്പോൾ നോക്കിക്കേ, ഇതിലൊരു കാര്യം ചേർക്കാൻ ഞാൻ വിട്ടുപോയി, കറിവേപ്പില ചേർത്താലേ നല്ലൊരു മണം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് രണ്ടാമത് കറിവേപ്പില ഞാൻ വറുത്ത് ചേർക്കുകയാണ്. ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ, അപ്പം നമ്മുടെ ഭക്ഷണത്തിൽ ദിവസവും സലാഡ് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഭക്ഷണത്തിൻ്റെ കൂടെയല്ല, ഇടയ്ക്കൊക്കെ 11-11:30 മണിയൊക്കെ ആകുമ്പോൾ കുറച്ച് സലാഡ് കഴിച്ചാൽ അധികം വിശക്കുകയില്ല. നമ്മുടെ പൊതുവെയുള്ള ആഹാരം കുറയ്ക്കാനും സാധിക്കും. ശരീരത്തിന് നല്ല ഒരു തണുപ്പ് കിട്ടും. ഇതിൻ്റെ മലയാളത്തിലെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇത് പർപ്പിൾ ഹൈസിന്ത് ബീൻ എന്നാണ് പറയുന്നത്. ഇത് വാളരിങ്ങയല്ല, വാളരിങ്ങ കുറച്ചുകൂടെ വീതിയായിട്ടിരിക്കുമല്ലേ. ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതിൻ്റെ പച്ച കളറാണ് സാധാരണ കിട്ടുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് കടയിൽ പോയപ്പോൾ ഇത് കിട്ടിയതാണ്. ഇത് പക്ഷേ നല്ല ടേസ്റ്റാണ്. ഇത് തോരനുണ്ടാക്കിയാൽ മെഴുക്ക് വരട്ടാനും നല്ല ടേസ്റ്റാണ്. ഇത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് തോരൻ വയ്ക്കാമെന്ന് വെച്ചു. നല്ല സോഫ്റ്റാണ്, അധികം മുറ്റിയതല്ല. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതൊക്കെ ഒന്ന് തിരഞ്ഞെടുത്താൽ നല്ല സോഫ്റ്റായിട്ടുള്ളത് തന്നെ എടുക്കാം. ഇതിൻ്റെ കൂടെ അല്പം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. പാൻ ചൂടാക്കി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം. ഇതിൽ 1-2 വറ്റൽമുളക് ചേർക്കാം. കറിവേപ്പില കൂടി ചേർത്തിട്ട് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ബീൻസ് ചേർക്കാം. പച്ചമുളക് റെഡ് കളറിലെടുത്തത്, എരിവ് കൂടുതലാണെങ്കിൽ അതെടുത്ത് മാറ്റിയിട്ട് കഴിക്കാമല്ലോ. അതിനാണ് ഇങ്ങനെ ഒരു കളർഫുള്ളായിട്ടുള്ള പച്ചമുളക് ചേർത്തത്. എരിവും മസാലയും എണ്ണയുമൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ഒരല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വച്ചിട്ട് 2-3 മിനിറ്റ് വേവിക്കാം. ഇത് പെട്ടെന്ന് വേകുന്നതാണ്. വെള്ളമൊന്നും ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് വേകും. ആ സമയത്ത് നമുക്ക് അരപ്പ് ശരിയാക്കാം. ഒരല്പം തേങ്ങയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്തൊന്ന് ചതച്ചെടുക്കാം. പച്ചമുളക് ചേർത്തത് കൊണ്ടാണ് ചുമന്ന മുളക് ചേർക്കാത്തത്. ഇപ്പോൾ ഈ ബീൻസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലിനി നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഇത് വളരെ അത്ഭുത ഗുണങ്ങൾ ഉള്ള ഒരു ബീൻസ് ആണെന്നാണ് പറയപ്പെടുന്നത്. ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാനൊക്കെ സാധിക്കുമെന്ന് പറയുന്നു. ഈ അരപ്പൊന്ന് ചൂടായാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. മോര് കറിയും തോരനും റെഡി ആയപ്പോൾ നമ്മുടെ മീനും റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടത് വറ്റുകയും ചെയ്തു. ഇപ്പോൾ 8-10 മിനിറ്റായി. ഇനി വറ്റാനുള്ളത് ചട്ടിയിലിരുന്ന് തന്നെ വറ്റിക്കോളും. ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. ഈ മീൻ നാളെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. ഉപ്പും പുളിയും ഒക്കെ നന്നായിട്ട് പിടിക്കും. ഇനി ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യാൻ സമയമില്ല. നമ്മുടെ കറികളും ചോറും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ളൊരു ടൊമാറ്റോ മോര് കറിയും ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻ കറിയും തോരനും ഒക്കെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.